Hi students, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ സയൻസിന്റെ 6th മൊഡ്യൂൾ ആയ മോഡേൺ ടെക്നിക്സ് ഫോർ മെറ്റീരിയൽ സ്റ്റഡിയിലെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് ആയ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ആണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ആണ്. സോ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മെറ്റീരിയലിനകത്തുള്ള പല എലമെന്റ്സിന്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഓരോ എലമെന്റിന്റെയും ആറ്റംസിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ എലമെന്റ് വെച്ചുണ്ടാക്കണം നിർബന്ധമില്ല. പല നമുക്ക് പ്രോപ്പർട്ടീസ് വേരി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലല്ല, ഒരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിലായിരിക്കും നമ്മൾ ഓരോ മെറ്റീരിയലിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഇപ്പം മെഷീൻസിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കത്തില്ല ട്രാൻസ്ഫോമേഴ്സിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഏത് ആപ്ലിക്കേഷനിൽ, ഏത് ഏരിയയിൽ, ഏത് ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യും. ചില ഫീൽഡുകളിൽ ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിരിക്കാം, ചിലയിടത്ത് വരുമ്പോൾ കൊറോഷൻ ആയിരിക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ, ചിലയിടത്ത് വരുമ്പോൾ ഹൈ വോൾട്ടേജ് ആയിരിക്കാം. സോ ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻസിൽ ഓരോ പോർഷനിലും വേണ്ട റിക്വയർമെന്റ് അനുസരിച്ച് നമ്മളുടേതായ രീതിയിൽ മെറ്റീരിയൽസിനെ ഉണ്ടാക്കുകയാണ് പതിവ്. സോ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ഒരു എലമെന്റ് ആയിരിക്കും ഒരു 99 അല്ലെങ്കിൽ ഒരു 99.9% ഒരു എലമെന്റ് തന്നെ, ചിലപ്പോൾ 0.1% മറ്റൊരു എലമെന്റ് ആയിരിക്കും അതിനകത്ത്. സോ എങ്ങനെയായാലും അവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ചേർന്നിട്ടാണ് നമുക്ക് വേണ്ട ഒരു മെറ്റീരിയലിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് വന്നു കഴിയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ എലമെന്റിനെയും പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതായിട്ട് വരും. അവർ ഓരോ എലമെന്റും നമ്മളിവിടെ പാർട്ട് ബൈ പാർട്ടായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റോമിക് ആയിട്ടുള്ള സ്ട്രക്ചറിനെ പറ്റി അറിയാൻ പറ്റണം. അതേപോലെ തന്നെ അതിൻ്റെ ബൈൻഡിങ് എനർജീസ് കാര്യങ്ങൾ. സോ ബൈൻഡിങ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ അതിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന്, അല്ലെങ്കിൽ ആ ആറ്റത്തിൽ നിന്ന് വേർപെടുത്താൻ വേണ്ട എനർജിയാണ്. മെയിൻലി വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എനർജി ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതായത് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി നോക്കിയത്. അപ്പോൾ അൾട്രാവയലറ്റ് റേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റ് ബൈൻഡിങ് എനർജി, ഇനി അതെല്ലാം എക്സ്റേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അകത്തോട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. സോ കഴിഞ്ഞ തവണ പറഞ്ഞ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കുന്ന പോലെ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ നോക്കുന്നത് ഓരോ എലമെന്റിന്റെ കോൺസെൻട്രേഷൻ. ഒരു മെറ്റീരിയൽ, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ സപ്പോസ് 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ 1 എന്ന് പറയുന്ന എലമെന്റിന്റെ എത്ര കോൺസെൻട്രേഷൻ, 2 എന്ന് പറയുന്ന എലമെന്റിന് എത്ര കോൺസെൻട്രേഷൻ, 3 എന്ന് പറഞ്ഞ എലമെന്റ് എത്ര കോൺസെൻട്രേഷൻ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. സോ ഇവിടുത്തെ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മളുടെ അറിയാം, ഓരോ മെറ്റീരിയലിനും നമ്മളുടെ വിസിബിൾ ലൈറ്റിൽ നിന്നുള്ള ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് അവർ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിനെ അവർ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു പർട്ടിക്കുലർ കളറിൽ അവരെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ റെഡ് കളറായിട്ടൊരു മെറ്റീരിയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ആ വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് റെഡ് കളറായിട്ട് തോന്നുന്നത്. സോ ഇങ്ങനെ ഓരോ മെറ്റീരിയലും ഓരോ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആ ഏത് വേവ് ലെങ്ത് ആണോ അബ്സോർബ് ചെയ്തത് അതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ മെറ്റീരിയൽ എത്ര പെർസെൻറ്റേജ് അതിനകത്തുണ്ട് എന്നുള്ളത്. സോ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് ഒരു അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ മെറ്റീരിയലിനകത്തുള്ള എലമെന്റ്സിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഇത് ബേസിക്കലി ആദ്യമേ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ്, അല്ലെങ്കിൽ ഈ ഒരു സ്പെക്ട്രോമീറ്റർ ഉണ്ടാക്കിയിരുന്നത് കെമിസ്ട്രിയുടെ ഫീൽഡിൽ ഉപയോഗിക്കാനായിരുന്നു. അവിടെയായിരുന്നു കൂടുതലായിട്ട് ഒരു സോൾവെന്റിനകത്ത് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനകത്ത് എത്രമാത്രം എലമെന്റ്സ് ഉണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്നത്. സോ അറ്റ് എ ടൈം നമുക്ക് 70 ഡിഫറെൻറ്റ് എലമെന്റ്സിനെ വരെ ഇതിനകത്ത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇത് ഇൻവെന്റ് ചെയ്ത സമയത്താണ്, ഇപ്പോൾ അതിലും കൂടുതൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ കെമിസ്ട്രിക്കകത്ത് ബേസിക്കലി യൂസ് ചെയ്ത് വന്നിരുന്ന ഒരു സ്പെക്ട്രോമീറ്റർ പിന്നെ നമ്മുടെ മെറ്റീരിയൽ സയൻസിനകത്ത് വരികയായിരുന്നു. അതേപോലെ തന്നെ ഫാർമക്കോളജിയിൽ, ബയോഫിസിക്സ്, ടോക്സിക്കോളജി, ആർക്കിയോളജി, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഈ അറ്റോമൈസേഴ്സ് നമ്മൾ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഈ ഒരു സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ മെറ്റീരിയലിനെ കണ്ടുപിടിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ മെറ്റീരിയലും, ഇപ്പം അയണും കോപ്പറും കൂടെ ചേർന്നൊരു മെറ്റീരിയലാണ് ഇരിക്കട്ടെ. സോ അയൺ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് ആയിരിക്കത്തില്ല കോപ്പർ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, അയൺ ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വേവ് ലെങ്താണ് അബ്സോർബ് ചെയ്യുന്നത്, കോപ്പർ ബി എന്ന് പറഞ്ഞൊരു വേവ് ലെങ്താണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ മെറ്റീരിയലിൽ കൂടെ എ എന്ന് പറഞ്ഞ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റിനെ പാസ് ചെയ്യും. അപ്പോൾ എ എന്ന് പറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ചെന്ന് കഴിയുമ്പോൾ
ഇപ്പോൾ ഞാൻ 100 ലൈറ്റ് വിട്ടു, അതിനകത്ത് ഇപ്പോൾ 70 അയൺ മെറ്റീരിയൽസും 30 കോപ്പർ മെറ്റീരിയൽസാണ് ഇരിക്കുന്നത്. അപ്പോൾ 100 എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ വിടുമ്പോൾ ആ 70 അയൺ എന്ത് ചെയ്യും, ആ 100-നകത്തുനിന്ന് 70-നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്നത് 30 ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് 70% അയൺ ആയി എന്നുള്ളത്. ഇനി ഞാൻ ബി എന്ന് പറഞ്ഞ കോപ്പർ അല്ലേ, അപ്പോൾ കോപ്പറിൻ്റെ ബി എന്ന് പറഞ്ഞ ലൈറ്റ് ഞാൻ വിടുമ്പോൾ അതും ഇപ്പോൾ 100 എണ്ണം വിട്ടെങ്കിൽ ആ 100 എണ്ണത്തിൽ നിന്ന് കോപ്പർ 30 ആയതുകൊണ്ട് 30-നെ എടുക്കുന്നു. തിരിച്ച് നമുക്ക് കിട്ടുന്ന 70 ആയിരിക്കും, അല്ലെങ്കിൽ 30 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അത് നമ്മളുടെ അറ്റോമൈസറെ പോലെ ഡിപ്പെൻഡ് ചെയ്യും. സോ ആ ഔട്ട്പുട്ടിൽ നിന്ന് 30 കിട്ടിയെങ്കിൽ എനിക്ക് മനസ്സിലാവും 30% അവിടെ കോപ്പറായി. സോ ഇങ്ങനെ നമ്മൾ ഓരോ മെറ്റീരിയലിനകത്തുള്ള നമുക്കറിയാം ഇന്ന എലമെൻറ്റ്സ് കൊണ്ടാണ് ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാമെങ്കിൽ ആ ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ അവരത് അബ്സോർബ് ചെയ്യുകയും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഏത് മെറ്റീരിയൽ എത്ര ശതമാനം അതിനകത്തുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും. ഇനി ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ട് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ 70-ലധികം എലമെൻറ്റ്സിനെ നമുക്ക് അറ്റ് എ ടൈം ഒരു സൊല്യൂഷനകത്ത് എത്ര 70-80 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അതുമാത്രമല്ല ആ എലമെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറച്ചാണെങ്കിൽ പോലും, അതായത് 1 പാർട്ട് പെർ ബില്യൺ എന്നാണ് പറയുന്നത്. സോ ഒരു ബില്യൺ എന്ന് വെച്ചാൽ നമുക്കറിയാം 10⁻10 ആണ്. ആ 10⁻10-നകത്ത് 1/10⁻10 ആണെങ്കിൽ പോലും നമുക്ക് അവിടെ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്ററിൻ്റെ ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്കിതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. സോ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ ജനറലായിട്ട് നോക്കിക്കഴിയുമ്പം ഫ്യൂവലുണ്ട്, എയർ ഉണ്ട്, സാമ്പിൾ ഉണ്ട്, അറ്റോമൈസ്ഡ് സാമ്പിൾ ഇൻ ഫ്ലെയിം എന്നൊരു ബോക്സ് ഉണ്ട്, ഡിറ്റക്ടർ മോണോക്രോമാറ്റർ ഉണ്ട്, റീഡ് ഔട്ട് എന്നൊരു യൂണിറ്റ് ഉണ്ട്, മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് വിത്ത് കാഥോഡ് മെയ്ഡ് ഫ്രം എലമെന്റ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിന് 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ്. സോ ആ മോണോക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു സിംഗിൾ കളറിനെ കറസ്പോണ്ട് ചെയ്യുന്ന വേവ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ എലമെൻറ്റിന് പറ്റുന്ന വേവ് ലെങ്തിനാണ് നമ്മൾ മോണോക്രോമാറ്റിക് എന്ന് പറയുന്നത്. സോ ഒരു മോണോക്രോമാറ്റിക് അതായത് സിംഗിൾ എലമെൻറ്റിന് വേണ്ടിയിട്ടുള്ള വേവ് ലെങ്തിലുള്ള ലൈറ്റ് സോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് വന്നിട്ട് നമ്മൾ പറയുന്നത് ഒരു അറ്റോമൈസർ എന്ന് പറയും. അറ്റോമൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏത് മെറ്റീരിയലിനാണോ നമുക്ക് കോമ്പോസിഷൻസ് കണ്ടുപിടിക്കേണ്ടത് ആ മെറ്റീരിയൽ അല്ല സാമ്പിളിനെ ഹോൾഡ് ചെയ്യുന്ന ഫീൽഡാണ് അറ്റോമൈസർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സെക്ഷൻ വരുന്നത് ഒരു മോണോക്രോമാറ്റർ ഡിറ്റക്ടറാണ്. സോ ഈ 3 സെക്ഷൻ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. സോ ഫസ്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ അയണും കോപ്പറും ചേർന്ന ഒരു മെറ്റലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അലോയ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കണം അയൺ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, കോപ്പർ എത്ര പെർസെൻറ്റേജ് ഉണ്ട്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യും, ആ അയൺ ഡിറ്റക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അയൺ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്തിലുള്ള, സപ്പോസ് എ ആണ് ആ വേവ് ലെങ്ത് എങ്കിൽ ആ എ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ വേണം അയണിന് അല്ലെങ്കിൽ ആ മെറ്റീരിയലിനകത്തേക്ക് പാസ് ചെയ്യാം. സോ ആ എ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സാണ് മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. സോ നോർമലി ഒരു ഹോളോ കാത്തോഡ് ആയിരിക്കും. ഹോളോ കാത്തോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സിംഗിൾ ലൈറ്റിനെ അല്ലെങ്കിൽ സിംഗിൾ കളർ അല്ലെങ്കിൽ സിംഗിൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള കളറിനെ, അതായത് നമ്മുടെ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതിനകത്ത് നമ്മൾ വിബ്ജിയോർ എന്ന് നമ്മൾ ചുരുക്കപ്പേര് വിളിച്ച് പറയുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറഞ്ഞാൽ അത്ര 7 കളേഴ്സിനെ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. സോ അതിലൊരു പർട്ടിക്കുലർ പോർഷനെ മാത്രം, ഒരു പർട്ടിക്കുലർ കളറിനെ മാത്രം എമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് എന്ന് പറയും. സോ അതുകൊണ്ട് നമ്മൾ അതിനെ ഹോളോ കാത്തോഡ് ലാമ്പ് എന്നാണ് പറയുന്നത്. ഹോളോ കാത്തോഡ് ലാമ്പാണ് ഈ മോണോക്രോമാറ്റിക് ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നത്. ഹോളോ കാത്തോഡ് എന്ന് പറയാൻ കാരണം അത് മോണോക്രോമാറ്റിക് ആയതുകൊണ്ടാണ് ഹോളോ കാത്തോഡ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇപ്പോൾ അയൺ ആണെന്നുണ്ടെങ്കിൽ അയൺ അബ്സോർബ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എ എന്നുള്ള വേവ് ലെങ്ത് ആണ്. സോ എ എന്നുള്ള വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ ആയിരിക്കും ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ലൈറ്റിനെ നമ്മളൊരു അറ്റോമൈസറിനകത്തേക്കാണ് കടത്തിവിടുന്നത്. ഈ അറ്റോമൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളുടെ സാമ്പിളിനെ ഹോൾഡ് ചെയ്യുന്ന പോർഷനാണ് അറ്റോമൈസർ. ഈ സാമ്പിളിനെ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഒരു മെറ്റീരിയൽ അത് വേണമെങ്കിൽ സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, എന്ത് ഫോമിൽ വേണമെങ്കിലും ആവാം. പക്ഷേ അറ്റോമൈസറിനകത്ത് നമ്മൾ ഈ ഒരു റേഡിയേഷന് ഈ സാമ്പിൾ ഞാൻ ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിലേക്ക് കൊടുക്കാൻ പോകുന്നതിന് മുന്നേ സാമ്പിളിനെ ഗേഷ്യസ് ഫേസിലാക്കും. സാമ്പിളിനെ ഗേഷ്യസ് ഫേസിലാക്കാനുള്ള കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ
ഈ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ലിക്വിഡ് ആണെങ്കിലും സോളിഡ് ആണെന്നുണ്ടെങ്കിലും അതിനകത്തൂടെ ഈ ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റുന്ന അതിന് ഒരു പരിധി ഉണ്ടാവും. പക്ഷേ ഗേഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റിന് യൂണിഫോം ആയിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടുന്നത് ഗേഷ്യസ് ഫേസിലായിരിക്കും. സോ ആദ്യമേ ഞാൻ ഈ സാമ്പിൾ എടുക്കും. സാമ്പിളിനെ ഒരു സൊല്യൂഷനകത്തേക്ക് അല്ലെങ്കിൽ ഒരു സോൾവെൻറ്റിനകത്തേക്ക് ഞാൻ അതിനെ മിക്സ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഒരു ഫ്യൂവൽ, എത്തീൻ പോലെ ഒരു ഫ്യൂവൽ ആഡ് ചെയ്യും. എന്നിട്ട് എയർ മിക്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ ടെമ്പറേച്ചറിലേക്ക് ഇത് സ്പ്രേ ചെയ്യും. നമ്മളുടെ മെറ്റീരിയലിനെ എടുക്കുന്നു, മെറ്റീരിയലിനെ ഏത് ഫേസിലാണെങ്കിലും അതിനെ ലിക്വിഡ് ഫേസിലേക്ക് കൊണ്ടുവരുന്നു. ലിക്വിഡ് ഫേസിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഒരു ഫ്യൂവലിനെ ആഡ് ചെയ്യും. ഫ്യൂവലിനെ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേ നമുക്ക് ഗേഷ്യസിലേക്ക് കൊണ്ടുചെല്ലണം. അപ്പോൾ എല്ലാ മെറ്റീരിയൽസും ഈ പറയുന്ന പോലെ ടെമ്പറേച്ചറിന് സ്പാർക്ക് ഉണ്ടാക്കണം നിർബന്ധമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂവലിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂവൽ ഒബ്വിയസ്ലി മെറ്റീരിയലിനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കത്തില്ല, അത് സ്പാർക്ക് ഉണ്ടാക്കിക്കോളും. എന്നിട്ട് എയറുമായിട്ട് മിക്സ് ചെയ്യും. അതായത് നമുക്കൊരു ചെറിയ രീതിയിലൊരു കമ്പഷൻ നടത്തിയിട്ട് വേണം ഈ ഒരു മെറ്റീരിയലിനെ ഗേഷ്യസ് ഫേസിലോട്ട് കൊണ്ടുവരാൻ. സോ സാമ്പിളിനെ ഞാൻ ലിക്വിഡ് ഫേസിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സോൾവെൻറ്റിനകത്ത് മിക്സ് ചെയ്യുന്നു, ഒരു ഫ്യൂവലുമായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് എയറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിനെ ഹൈ ഫ്ലെയിമിലേക്ക് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ അത് ഗേഷ്യസ് ഫേസിലേക്ക് കടക്കും. സോ ഇങ്ങനെ കിടക്കുന്ന ഒരു സാമ്പിളാണ് നമ്മുടെ അറ്റോമൈസറിനകത്തിരിക്കുന്നത്. ഈ സാമ്പിളിലേക്ക് നമ്മളൊരു ലൈറ്റിനെ പാസ് ചെയ്യുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അപ്പോൾ ലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ അയണിന് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള അയൺ പാർട്ടിക്കിൾസ് എല്ലാം അതിനെ അബ്സോർബ് ചെയ്യുക. എന്നിട്ട് ഇതൊരു ഡിറ്റക്ടർ മോണോക്രോമാറ്റർ സെക്ഷനിലേക്ക് ചെയ്യും. അപ്പോൾ ഡിറ്റക്ടർ മോണോക്രോമാറ്റർ സെക്ഷൻ അതിനെ ഡിറ്റക്ട് ചെയ്യും, എത്രമാത്രം ലൈറ്റ് അബ്സോർബ് ആയി അല്ലെങ്കിൽ എത്രമാത്രം ലൈറ്റ് ആ ഒരു സാമ്പിളിനകത്തുനിന്ന് വന്നു എന്നൊക്കെ ഉള്ളത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് തരും. സോ ഓരോ സെക്ഷൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സെക്കൻഡ് വണ്ണായ അറ്റോമൈസർ എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ മെറ്റീരിയൽ, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മെറ്റീരിയൽ അയണും കോപ്പറും ചേർന്നൊരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അയണിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് അയണിൻ്റെ കോമ്പോസിഷനാണ് അറിയേണ്ടത്, എത്രമാത്രം അയൺ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ മെറ്റീരിയലിനകത്തുനിന്ന് അറിയേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കും. സോ ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് ആണ്. അത് എ ആണെന്നുണ്ടെങ്കിൽ എ എന്നുള്ള വേവ് ലെങ്തിലുള്ള ലൈറ്റിനായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അപ്പോൾ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഇപ്പോൾ എ എന്നുള്ള വേവ് ലെങ്തിലുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് വേണ്ടത് എന്താ, ഈ മെറ്റീരിയലിനെ അതിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റണം. സോ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആ മെറ്റീരിയൽ എന്ത് ഫേസ് ആയിരുന്നെങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലിക്വിഡിനകത്തേക്ക് അതിനെ ഡിസോൾവ് ചെയ്യിക്കുക. ആ ലിക്വിഡിനെ നമ്മളൊരു സോൾവെൻ്റ് എന്ന് പറയും. ഇനി അതിനോടൊപ്പം തന്നെ അതിനകത്ത് ഈതൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പഷന് വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്നൊരു ഫ്യൂവലാണ്. ഈതൈനും കൂടെ മിക്സ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ കത്താൻ നമുക്കറിയാം അവിടെ എയറിൻ്റെ ആവശ്യമുണ്ട്. സോ എയറിനെയും കൂടെ നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്യും. സോ ഈ എയറും ഈതൈനും ഒരു സോൾവെൻറ്റിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ലിക്വിഡും കൂടെ നമ്മളുടെ മെറ്റീരിയലും കൂടെ ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിക്വിഡായിട്ടുള്ളൊരു ഫേസിൽ കിട്ടും. ഈ ലിക്വിഡായിട്ടുള്ള ഫേസിലുള്ള നമ്മുടെ മെറ്റീരിയലിൽ നമ്മൾ ഹൈ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 കെൽവിനാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഈ ഹൈ ഫ്ലെയിമിലേക്ക് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ബാക്കി സോൾവെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ ഏത് സോൾവെൻറ്റിനകത്താണ് ഇതിനെ മിക്സ് ചെയ്തത് അതും പിന്നെ കമ്പഷന് വേണ്ടി സഹായിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഫ്യൂവലും എയറും എല്ലാം പോയിട്ട് അവസാനം റിമെയിൻ ചെയ്യുന്നത് നമ്മളുടെ എന്ത് മെറ്റീരിയലാണോ ആ മെറ്റീരിയലിനകത്തുള്ള ആറ്റംസ് ഗേഷ്യസ് ഫേസിലായിട്ടായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതായത് അയണും കോപ്പറും ആയിട്ടുണ്ടെങ്കിൽ ഈ അയൺ കോപ്പർ മെറ്റീരിയലിനെ ഞാൻ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തിച്ചു. അതിനകത്തോട്ട് ഈതൈനും എയറും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മൾ കമ്പസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം നമുക്ക് കിട്ടുന്നത് അയണിൻ്റെയും കോപ്പറിൻ്റെയും ഗേഷ്യസ് ആറ്റംസ് ആയിരിക്കും. ഇനി അപ്പോൾ ഈ അയണിൻ്റെയും കോപ്പറിൻ്റെയും ഗേഷ്യസ് ആറ്റംസ് ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഒരു ഈ അയണിൻ്റെ മാത്രം വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിനെ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ അയൺ അതിനെ അബ്സോർബ് ചെയ്യും. ബാക്കി എന്താണോ അതിനകത്തുള്ളത് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇനി തേർഡ് ഫേസ് ആണ് ഡിറ്റക്ടർ. അപ്പോൾ ഡിറ്റക്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോണോക്രോമാറ്റിക് ഡിറ്റക്ടർ ആയിരിക്കും. മോണോക്രോമാറ്റിക് ഡിറ്റക്ടർ എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട അയണിൻ്റെ മാത്രം പെർസെൻറ്റേജ്. സോ അതുകൊണ്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റക്ടറും ഈ അയണിൻ്റെ വേവ് ലെങ്തിനെ മാത്രം ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അയണിൻ്റെ വേവ് ലെങ്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഡിറ്റക്ടർ ആയിരിക്കും. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ മോണോക്രോമാറ്റിക് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഡിറ്റക്ടർ നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ സ്പെക്ട്രോമീറ്ററിൻ്റെ ഐ എന്നും പറയും. സോ ഈ ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കറസ്പോണ്ടിങ് ലൈറ്റിനെ ഡിറ്റക്ടറിൽ എത്തിച്ചെല്ലുന്നു. ഡിറ്റക്ടർ അതിനെ കറസ്പോണ്ടിങ്
ഇലക്ട്രിക്കൽ കറണ്ട് ആയിട്ട് മാറ്റും. സോ ഈ ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഈ കിട്ടുന്ന ലൈറ്റിനെ സെൻസ് ചെയ്യണം, എന്നിട്ട് ഈ ലൈറ്റിനെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് ആക്കണം. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്ഡ്യൂസറായി ഒരു ട്രാൻസ്ഡ്യൂസർ സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ കറണ്ട് നമുക്ക് ഇപ്പോൾ വളരെ ചെറിയ വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും അല്ലേ. ഇപ്പോൾ അയണിൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എമിറ്റ് ചെയ്ത ലൈറ്റിനെ അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്ത ലൈറ്റിനെ കൂടുതൽ അയൺ അബ്സോർബ് ചെയ്യുക. ഔട്ട്പുട്ട് വരുന്നത് ചെറിയൊരു വാല്യൂ ആയിരിക്കും. സോ ആ ചെറിയ വാല്യൂ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ടിൽ റീഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആംപ്ലിഫയേഴ്സിനെ യൂസ് ചെയ്യും. സോ ഇങ്ങനെ ഒരു സെക്ഷൻ ഓഫ് ഇലക്ട്രോണിക്സ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോമ്പണൻസ് ഉണ്ടാവും. അതിലൂടെ വരുന്ന നമ്മുടെ ഫൈനൽ ലൈറ്റിന് ഔട്ട്പുട്ടിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഇത്ര 70% ആണെന്നുണ്ടെങ്കിൽ ആ 70% അയൺ എന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിക് ഡിറ്റക്ടർ സെക്ഷൻ ആയിരിക്കും. സോ ഫൈനലായിട്ടുള്ള സ്റ്റേജ് എന്ന് വെച്ചാൽ റീഡ് ഔട്ട് സ്റ്റേജാണ്. റീഡ് ഔട്ട് സ്റ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്തേക്കുന്നത്. സോ നമ്മളിപ്പം രണ്ട് തരത്തിലുള്ള സ്പെക്ട്രോമീറ്റേഴ്സ് പഠിച്ചു. ഒന്ന് ഫോട്ടോ ഇലക്ട്രോൺ, അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു മെറ്റീരിയലിനകത്തുള്ള ഓരോ എലമെൻറ്റിൻ്റെയും ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ. സെക്കൻഡ് വൺ പഠിച്ചിരുന്നത് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റേഴ്സ് ആയിരുന്നു. അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയലിനകത്തുള്ള എലമെൻസിൻ്റെ കോമ്പോസിഷൻ ഇത്ര ശതമാനം ഉണ്ട് ഓരോ മെറ്റീരിയൽ എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിച്ചൊരു എക്യുപ്മെൻ്റ് ആയിരുന്നു. ഇനി നമ്മൾ ബൈൻഡിങ് എനർജിയെ പറ്റി പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾക്ക് ഒരു കാര്യം അറിയേണ്ടത് എന്താണ് ഒരു ഫോട്ടോ ഇലക്ട്രോൺസും അതേപോലെ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ ബൈൻഡിങ് എനർജി കൈനറ്റിക് എനർജി തമ്മിലുള്ളൊരു റിലേഷൻ. സോ നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെറ്റീരിയലിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റേഡിയേഷനെ പാസ് ചെയ്യും. റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അൾട്രാവയലറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്റേ ആയിരിക്കും. നമുക്ക് എന്തിൻ്റെയാണ് ഇപ്പോൾ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അൾട്രാവയലറ്റും, അതല്ല കുറച്ചുകൂടെ ന്യൂക്ലിയസിന് അടുത്ത് നിൽക്കുന്ന വാലൻസ് ഇലക്ട്രോൺസ് അല്ലാത്ത ഷെൽസിലുള്ള ഇലക്ട്രോൺസിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എക്സ്റേ ആയിരുന്നു റേഡിയേഷനായിട്ട് ഉപയോഗിച്ചിരുന്നത്. സോ ഈ രണ്ട് കേസിലും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് വന്ന് ആ മെറ്റീരിയലിനകത്ത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈറ്റ് ആ മെറ്റീരിയലിനകത്തേക്ക് കയറുകയും അതിൻ്റെ ഓരോ ആറ്റംസിൻ്റെ വാലൻസ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറത്താക്കുകയും ചെയ്യുമായിരുന്നു. സോ ഒരു ലൈറ്റ് ഫോട്ടോ ഇലക്ട്രോൺ ആയിരുന്നു അവിടെ ഉണ്ടാകും. ഫോട്ടോ ലൈറ്റ് വന്ന് ഇൻസിഡൻ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ്. ലൈറ്റ് വന്ന് വീഴുന്നു, അവിടുന്ന് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നു. സോ ഓൾറെഡി നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ വാലൻസ് ഇലക്ട്രോൺ ആയാലും ഏത് ഇലക്ട്രോൺ ആയാലും ഒന്ന് അതിൻ്റെ ന്യൂക്ലിയസുമായിട്ട് അവിടെ ബൈൻഡ് ചെയ്ത് കിടക്കുക അല്ലേ. അതിനെയാണ് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയസ് എത്രമാത്രം ഫോഴ്സ് അല്ലെങ്കിൽ എത്രമാത്രം അതിനെ അട്രാക്ട് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് ബൈൻഡിങ് എനർജി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ബൈൻഡിങ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൽ നിന്ന് അകറ്റാനുള്ള എനർജിയാണ്. ഇനി അതിനെ നമുക്ക് ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഇലക്ട്രോൺ ഒരു കൈനറ്റിക് എനർജിയും കൂടെ കൊടുക്കണം. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന റേഡിയേഷൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. സോ ബൈൻഡിങ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഞാൻ പറഞ്ഞു. ഇനി നമുക്കറിയാം ഒരു റേഡിയേഷൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു മ്യൂ ആണ്. എച്ച് ഇൻറ്റു മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ഇൻ ഹെർട്സ്. മനസ്സിലായോ? സോ ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഒരു ന്യൂക്ലിയസിൽ നിന്ന് പുറത്തെടുക്കാൻ, അതായത് ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് എനർജി നമ്മൾ കൊടുക്കണം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിൻ്റെ ഫോഴ്സിനെ ഓവർകം ചെയ്യാനുള്ള ഒരു എനർജി, രണ്ടാമത് ഇത് ഓവർകം ചെയ്തിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ള എനർജി. സോ ബൈൻഡിങ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അതായത് ഈ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ്റെ എനർജി അത് ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ ആയിരിക്കും. എച്ച് എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ ഇൻ ഹെർട്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് എഴുതാം എച്ച് മ്യൂ ഈക്വൽ ടു ബി ഇ പ്ലസ് കൈനറ്റിക് എനർജി. സോ ഈ കേസിൽ നമുക്ക് ഓൾറെഡി നമുക്ക് എച്ച് മ്യൂ അറിയാൻ പറ്റും. കാര്യം റേഡിയേഷൻ കൊടുക്കുന്ന നമ്മൾ എത്ര അൾട്രാവയലറ്റ്, ഏത് ഫ്രീക്വൻസിയിലുള്ള അൾട്രാവയലറ്റ് ആണ് അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസിയിലുള്ള എക്സ്റേ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും, യൂസറിന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കൈനറ്റിക് എനർജി, ഓരോ ഫോട്ടോ ഇലക്ട്രോണും ഈ പുറത്തേക്ക് വരുന്ന ഓരോ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ എച്ച് മ്യൂ നമുക്കറിയാം, കെ ഇ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്തായിരുന്നു ബൈൻഡിങ് എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ. സോ നമ്മൾ പറഞ്ഞു ഈ ഫോട്ടോൺ ഈക്വൽ ടു ബി ഇ പ്ലസ് കെ ഇ ഓഫ് ഇലക്ട്രോൺ ആണ്, ഈ ഫോട്ടോൺ എച്ച് മ്യൂ ആണ്. അതായത് എച്ച് മ്യൂ ഈക്വൽ ടു ബൈൻഡിങ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. ബൈൻഡിങ് എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ
ഇവിടെ എച്ച് മ്യൂവും കൈനറ്റിക് എനർജി അറിഞ്ഞാൽ മതി. എച്ച് മ്യൂ ഓൾറെഡി നമുക്കറിയാം, കാര്യം റേഡിയേഷൻ സോഴ്സ് കൊടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഏത് എനർജി റേഡിയേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ പുറത്ത് വരുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ബൈൻഡിങ് എനർജി അവിടെ ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാം. പിന്നെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റേഴ്സ്. അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്പെക്ട്രോമീറ്റേഴ്സ് ആണ്. നമ്മൾ ധാരാളം ഒരു മെറ്റീരിയലിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും അത്രയും നമുക്ക് ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണ്, പക്ഷേ നമുക്ക് വേണ്ട എല്ലാ സ്റ്റഡീസിനും യൂസ് ചെയ്യാവുന്ന, മെറ്റീരിയൽസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ സ്റ്റഡീസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്ററും അതേപോലെ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോമീറ്ററും. ഇതിൻ്റെ ഫർദർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഇപ്പം ഒരു വീഡിയോയും കൂടെ കഴിയുമ്പോൾ പിന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.